അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു പ്രത്യേക ഒരുപാട് കർഷകർക്ക് ഒരുപാട് ഗുണമുള്ള ഒരു സാധനം കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നിർത്തുവാണ്, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമസ്കാരം, ഞാൻ അജയ്. ഇന്ന് നമുക്ക് കർഷകർക്ക്, നമ്മുടെ നാട്ടിൽ പല കർഷകർക്കും അറിയാൻ പാടുണ്ട്. ഒരുപാട് പേര് ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യണു, കടബാധിതയിൽ ആത്മഹത്യ ചെയ്യണു. അവർക്ക് ഈ കാണുന്ന സാമഗ്രികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ചിലപ്പോൾ പൈസ ഇല്ലാണ്ടൊക്കെ വന്ന് ചെയ്യണതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കർഷകർക്ക് വേണ്ടി വളരെ ആർക്കും അറിയാൻ പാടില്ല, നമ്മുടെ നാട്ടിലെ പല കർഷകർക്കും അറിയാൻ പാടാത്ത ഒരു കേസ് കെട്ടുമായിട്ട് ഇവിടെ ഒരു കൂട്ടം ചേട്ടന്മാരും അച്ചായന്മാരും എല്ലാം കൂടി ഒരു സൊസൈറ്റി, ആർക്കും അറിയാൻ പാടാത്തതാണ് ഇതെല്ലാം. നമ്മുടെ കേരളത്തിൽ എത്ര സൊസൈറ്റി ഉണ്ട് ചേട്ടാ? ഞങ്ങൾക്ക് കേരളത്തിൽ 225 കിസാൻ സർവീസ് പഞ്ചായത്തുകളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. 225 പഞ്ചായത്തുകളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ 10 രാജ്യങ്ങളിലും 12 സംസ്ഥാനങ്ങളിലും കേരളത്തിലെ 224 പഞ്ചായത്തുകളിലും നമ്മുടെ കരികുന്നം പഞ്ചായത്തിൽ ഇത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഈ മെഷീന് ഇത് വെറും 17,500 രൂപയായി ആകെ ആയിട്ടുള്ളൂ. അതായത് 1 ലക്ഷം രൂപയുടെ സാധനം കേന്ദ്ര ഗവൺമെന്റിന്റെ 60%, കേരള ഗവൺമെന്റിന്റെ 20% ചേർത്ത് 80% സബ്സിഡിയോടുകൂടി ഇവിടെ കേരളത്തിലെ ഈ കരികുന്നത്തിലെ വിദഗ്ധമായ കപ്പ കൃഷിക്കാരനായ 30 ഏക്കർ സ്ഥലത്തോളം കൃഷി ചെയ്യുന്ന പാവപ്പെട്ട നമ്മുടെ ജോൺ പീലിപ്പോസിനാണ് ഈ മെഷീൻ നമ്മൾ കൈമാറിയിരിക്കുന്നത്. അതായത് ഒരു ഏക്കർ സ്ഥലത്തിൽ ഒരു ബംഗാളിയെ വെച്ച് അത് ഭൂമി നിരപ്പാക്കി അത് തടവെടുത്ത് കപ്പ നടണമെങ്കിൽ എത്ര ബംഗാളിയെ വെക്കണമെന്ന് ഒന്ന് കരുതി നോക്കണം. അതേ സമയത്ത് ഈ മെഷീൻ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 1 ഏക്കർ സ്ഥലം ഒരു ദിവസം കൊണ്ട് അതിന്റെ പണി തീരും. അപ്പോൾ ഇത് മൊത്തം എത്ര രൂപ മുടക്കി ഒരു കർഷകനെ, ഒരു പാവപ്പെട്ട ഒരു കർഷകൻ അല്ലെ പണക്കാരനായിക്കോട്ടെ, ഒരു കർഷകനെ സംബന്ധിച്ച് ഇതുപോലത്തെ ഒരു സാധനം ഒരു വണ്ടി ഇറക്കി വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ എത്ര രൂപ മുടക്കും? വേറെ 20,000 രൂപ. 20,000 രൂപ. അപ്പോൾ 20,000 രൂപയ്ക്ക് നമുക്കൊരു സൈക്കിൾ ഇപ്പോൾ കിട്ടില്ല. ഒരു 30-35,000 രൂപ നല്ല ഗിയറുള്ള സൈക്കിൾ പോലും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഈ വെട്ടിച്ചിൽ ഇത് ഏതോ വിദേശ ടെക്നോളജിയാണ്, സംഗതി ക്ലാസ്സാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ മുതലുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് ബാക്കിയുള്ള ലോണോ കാര്യങ്ങളോ ഇങ്ങനെ യാതൊരു ലോണും ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് 60%, കേരള ഗവൺമെന്റ് 20% സബ്സിഡിയാണ്. 20,000 രൂപ കൊടുത്താൽ 20,000 രൂപ കൊടുത്താൽ ആർക്കും ഒരു ബാധ്യതയില്ല. 20,000 രൂപ തീർന്നു ആരും അന്വേഷിച്ച് വരുന്നതല്ല. ഇത് നമ്മൾ കൃഷിക്കാർക്ക് വേണ്ടി ഇത് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ഇത് താഴത്ത് ഇതിനെ പോലെ തന്നെ നിരവധി ആയുധങ്ങൾ കണ്ടു. ഇത് ആയുധങ്ങളും ഈ ഉപകരണങ്ങളും എല്ലാം കണ്ടു. ഇതെല്ലാം ഇതുപോലെ തന്നെ വിലക്കുറവിൽ സബ്സിഡിയിൽ കിട്ടും. എല്ലാ സാധനങ്ങളും 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അത് 43 കുടുംബങ്ങളിലായിട്ട് ഇത് വീതിച്ചു കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് ആൾക്കാർക്ക് ബന്ധപ്പെട്ട കിസാൻ സർവീസ് സൊസൈറ്റി ആയിട്ട് ഇത് ബന്ധപ്പെട്ടാൽ മതി. എല്ലാ ജില്ലയിലും ഇത്ര യൂണിറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, എല്ലാവിധ കാർഷിക ഉപകരണങ്ങളും എത്തിച്ചു കൊടുക്കുകയും അവരുടെ വിളകൾ വർദ്ധിപ്പിക്കുകയും ആ വിളകളെ സംഭരിച്ച് ശേഖരിച്ച് വാല്യുബിൾ പ്രൊഡക്റ്റാക്കി നമ്മുടെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ലേബലിൽ ഡയറക്റ്റ് ഉപഭോക്താവിൽ എത്തിച്ച് അവരുടെ 20 രൂപയ്ക്ക് കൊടുക്കുന്ന കപ്പ 400 രൂപയ്ക്ക് വിറ്റ് കാശുണ്ടാക്കി അവർക്ക് കൊടുക്കുന്നു. അതാണ് ലക്ഷ്യം. അപ്പോൾ നമ്മളിത് വന്നേക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഈ പറഞ്ഞ കിസാൻ സർവീസ് സൊസൈറ്റി ആയിട്ട് എടുത്ത് സാധാരണ കൃഷികളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ആർക്കും അറിയാൻ പാടാത്ത ഇൻഫർമേഷനാണ്. അപ്പോൾ ഇത് കർഷകരിൽ എത്തിക്കാനായിട്ട് ഇതുപോലെ ഒരു പല ഉപകരണങ്ങളും ഇവരുടെ താഴത്തെ ഗോഡൗണിലുണ്ട്, അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ സാധനവും ഇത്രയും ഒരു 80% സബ്സിഡി, 60%, 80% വരെ സബ്സിഡിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തുക. നമ്മുടെ നാട്ടിൽ കൃഷി വളർന്നാലാണ് നമുക്ക് ഉറങ്ങിയും കഴിയാൻ പറ്റുള്ളൂ. ആഹാരം കഴിഞ്ഞിട്ടും വെള്ളവും ആഹാരവും ശ്വാസവും കഴിഞ്ഞിട്ടുള്ളൂ നമുക്കെല്ലാം. അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് ഇൻഫർമേഷൻ തരാമെന്നാണ്. അപ്പം നമസ്കാരം. ഓക്കെ, ഏട്ടന്മാരെ പോവാം.